ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് ഒരു പെൺകുട്ടിയുടെ മുഖമാണ്. പിന്നെ എന്നിട്ട് ഞാൻ അമ്മയുടെ നിർബന്ധം കാരണം മെയിൻ ഡോക്ടറിനെ കാണാമെന്ന് വിചാരിച്ചു. വെരി നെക്സ്റ്റ് ഡേ പോയി കണ്ടു. പക്ഷേ അവരൊരു രീതിയിലും എന്താ പറയാ, അവര് ഈ ഒരു അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റാണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ ചിരിച്ചുകൊണ്ട് തന്നെ എല്ലാം കേട്ടോണ്ടിരിക്കുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ ഒരു ഡോക്ടറാണ്, പിന്നെ ഡോക്ടേഴ്സിനായാലും ഇത് ചെയ്യുന്നവർക്കായാലും ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റും. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ പറ്റിയ രീതി ഡോക്ടറാണ് ഒരു മിസ്റ്റേക്ക് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരു സോറി എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ആ ഒരു ഇത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കേട്ടോ. അതെന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നു. ഈ കുട്ടി പറയുന്ന കാര്യം കേട്ടോ, അവർക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയത് ഇതുവരെ സോറി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വെൽക്കം, വണക്കം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ് കേട്ടോ. അതായത് ഒരുപാട് പേര് ഇപ്പം മുഖസൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടും എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻറ്റിലേക്കും മറ്റ് പലതരത്തിലും നിങ്ങളെ സൗന്ദര്യമായിക്കോട്ടെ മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള ചില മുഖത്ത് ഈ മുടി വളരുക, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണവും ഈ പറഞ്ഞ പല ഡെർമറ്റോളജിസ്റ്റുകളെയും അതുപോലെ തന്നെ ക്ലിനിക്കുകളിലൊക്കെ നിങ്ങൾ പോകാറുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് കാണണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ, പ്രത്യേകിച്ച് ലേസർ ട്രീറ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ചെയ്തതിന് ശേഷം നിരുത്തരവാദിത്തപരമായിട്ട് ഒരു പേഷ്യൻറ്റിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുള്ളൊരു കാര്യം ആ ഒരു ഡോക്ടർ പോലും കാണിച്ചേക്കുന്നത് എത്രമാത്രം അപഹാസ്യമാണ് എന്നുള്ള കാര്യവും ആ ഒരു ഒറ്റ കാരണം ഒരു പെൺകുട്ടി ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളതും കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ നിങ്ങൾ കാണുക, അധികം കാണിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് ഒരു പെൺകുട്ടിയുടെ മുഖമാണ്. ആ മുഖത്ത് നിങ്ങൾ കാണുന്നത് മൊത്തം ആ കുട്ടിക്ക് മുഖത്തുള്ള രോമം, അമിതമായ രോമ വളർച്ച കാരണം അത് രോമം നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ലേസർ ട്രീറ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്നതാണ്. ഏതാണെന്നുള്ള കാര്യം വിശദമായിട്ട് വ്യക്തമായിട്ട് നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട് സെറീൻ ഡെർമ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനകത്താണ്. മനസ്സിലാവുന്നു. തിരുവനന്തപുരത്ത്, നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത്, എൻ്റെ സ്വന്തം നാടായ തിരുവനന്തപുരത്ത്, അവിടുത്തെ വഴുതയ്ക്കാടാണ്. തിരുവനന്തപുരത്ത് മെയിനായിട്ടുള്ള ഏരിയയാണ് വഴുതയ്ക്കാട്. അവിടെയുള്ള സെറീൻ ഡെർമ എന്ന് പറയുന്നത് വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തുള്ള അവർ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഈ നിമിഷം വരെ ഈ കുട്ടിയോട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടും ഇതുവരെ ഒരു ക്ഷമാപണം പോലും നടത്താൻ അവർ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ, നിങ്ങളൊക്കെ ആ സ്ഥാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ അവരോട് ഇൻബോക്സിനകത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ സെറിൻ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലേക്ക്, അവരുടെ ഇൻബോക്സിലേക്ക് ഞാനും ഇതെന്താണെന്നുള്ളത്, ഞാൻ വഴിയെ ആ കുട്ടിയുടെ വോയിസ് ഒക്കെ ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്യാം, നിങ്ങൾ അതൊന്ന് ഇത് കാണണം. സെറിൻ ഡെർമ ക്ലിനിക്ക്, എന്താ അതിൻ്റെ പേര്, ലേസർ ക്ലിനിക്ക്. അപ്പോൾ ഞാൻ ഹായ് അയച്ചു, വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചു. അതിനുശേഷം അത് കണ്ടു. അതിന് മറുപടി ഇന്നലെ ഞാൻ അത് അയച്ചു. അതിന് ഇമ്പൾസീവായിട്ട് നമ്മൾ ചെയ്യുന്നത് വേണ്ട, അവരുടെ ഭാഗത്ത് നിന്ന് പറയാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. അതിന് മറുപടി ഇല്ല. രണ്ടാമത് ഞാനൊരു വോയിസ് അയച്ചു. അതിനകത്തും ഒരു തരത്തിലൊരു മറുപടി പറഞ്ഞു. ഞാൻ അയച്ച വോയിസ് ഇങ്ങനെ ആയിരുന്നു: ഇത് നിങ്ങളുടെ സൈഡിൽ നിന്ന് പോയിട്ടുള്ളൊരു വലിയൊരു മിസ്റ്റേക്ക് അല്ലേ? ഞാനത് ചോദിച്ചു, ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ഒരാളാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനകത്തൊരു മറുപടിയൊന്നുമില്ലേ? ഇതാണോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ പേഷ്യൻസിനോടുള്ള? ഈ ഒരു വോയിസ് ഒരു പ്ലേ ചെയ്തിട്ടോ അതിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാനത് ചോദ്യം ചെയ്തു. പക്ഷേ ഇവിടെ ഈ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് ആ കുട്ടി പറയണം, നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് ആർക്കും വരാതെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഞാൻ ഇന്നലെ തന്നെ കുറച്ച് യാത്രകളുടെ ആയതുകൊണ്ടാണ് എനിക്കിതിനെക്കുറിച്ചൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത. ആ കുട്ടി പറയുന്ന വോയിസ് കേൾക്കാം. ചേട്ടാ, സ്കൂള് മുതൽ ആക്ച്വലി എനിക്ക് അത്യാവശ്യം ഫേസിൽ ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് PCOD ഉണ്ട്. അപ്പം ഫേഷ്യൽ ഹെയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഫേസിൽ ഫുള്ള് ഹെയർ കളയണം, അത്രയും ഇതായിട്ട് നടക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും കയ്യിൽ പൈസ ഇല്ല, വീട്ടുകാർ സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ 2022 എൻ്റെ അത്യാവശ്യം പൈസയൊക്കെ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ സെറിൻ ഡെർമയിൽ പോയി. അത്യാവശ്യം നല്ല ഫേമസ് തന്നെ ആയിരുന്നു. സെലിബ്രിറ്റീസ് പലരും, യൂട്യൂബേഴ്സ് പലരും അതിനെപ്പറ്റി വീഡിയോസ് ഒക്കെ ഇടുന്നത് കണ്ട് ഞാനും അവിടെ തന്നെ പോയി. സെറിൻ ഡെർമ, നമ്മുടെ ട്രിവാൻഡ്രത്ത് വഴുതക്കാടുള്ള സെറിൻ ഡെർമയിൽ പോയി. ഡോക്ടർ സോണിയാണ് അവിടുത്തെ മെയിൻ ഡോക്ടർ. അവിടെ പോയി പുള്ളിക്കാരിയെ സംസാരിച്ചു. അപ്പോൾ ഹാഫ് ഫേസ് ചെയ്യണമെങ്കിൽ 4000 രൂപ. ഡോക്ടർ സോണിയ എന്ന് പറയുന്നവരാണ് അവിടുത്തെ മെയിൻ ഡോക്ടർ എന്നാണ് പറഞ്ഞത്. സെറിൻ ഡെർമ ഇവിടെ വഴുതയ്ക്കാട്. അതുമെല്ലാം സമ്മതിച്ചു. അപ്പം ഓരോ തവണ നമ്മൾ അവിടെ പോകും, 4000 രൂപയ്ക്ക് ഇത് ചെയ്യും. പിന്നെ ഡോക്ടറിനെ നമ്മൾ എങ്ങാനും കൺസൾട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും 500 രൂപ മേടിക്കും. പിന്നെ അതല്ലെങ്കിൽ എന്തെങ്കിലും സപ്ലിമെന്റ്സ് എന്നോ മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വീണ്ടും എഴുതി തരും. നമ്മൾ അതിനും അവിടെ തന്നെ മേടിക്കണം. അപ്പം അത്യാവശ്യം നല്ലൊരു മാസം ആദ്യമൊക്കെ ഒരു 5-6 അല്ലേ 7-8 രൂപ മിനിമം ഒരു മാസത്തേക്ക് മെഡിസിൻസും ഇതുമെല്ലാം ചെയ്ത് അങ്ങനെ 2022 ചെയ്ത് തുടങ്ങി. ഇപ്പം 2025 ഇപ്പം ഈ മാസം ഒക്ടോബർ ആയപ്പം ഒക്ടോബറിൽ എൻ്റെ 11ാമത്തെ സെഷൻ ആയിരുന്നു. ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഫേസിലെ ഹെയർ ഫുള്ളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, തിൻ ഹെയർ ആയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഗ്രോത്ത് അങ്ങനെ അത്രയും കുറവൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തിന്നായി, അത് സമ്മതിച്ചു. 11 തവണ ചെയ്തു. അതായത് മുഖത്ത് വരുന്ന രോമ വളർച്ച. അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ വരാറുണ്ട്. സ്ത്രീകൾക്ക് രോമ വളർച്ച മുഖത്ത് കൂടുകയും ചില പുരുഷന്മാർക്ക് രോമ വളർച്ച കുറയുകയും ചെയ്യും. ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതൊക്കെ വളരെ സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. അതൊരു തെറ്റുമല്ല.
ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ 11 സിറ്റിങ്സ് ആയിട്ടും അവർ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഓരോ സിറ്റിങ്ങിന് 4000 രൂപ, അതായത് ഓരോ പ്രാവശ്യം ട്രീറ്റ്മെൻറ്റിന് മുമ്പ് 4000 റുപ്പീസ് വെച്ച് അവിടെ പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഞാൻ ലൈക്ക് ഒരു വീക്ക്ലി വൺസ് ഓർ ട്വൈസ് ഞാൻ മോം ഷേവ് ഒക്കെ ചെയ്ത് അത്യാവശ്യം കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ 11th സെഷനായി. അപ്പം സെഷൻസ് കൂടുന്തോറും അവിടുത്തെ റേറ്റും കുറയുന്നുണ്ടായിരുന്നു. 3375 പിന്നെ ഒരു സെഷൻ അങ്ങനെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇക്കഴിഞ്ഞ് 2025 ഓഗസ്റ്റിൽ ഞാൻ പോയപ്പോൾ എൻ്റെ പോയി ഈ ലേസർ ചെയ്തപ്പോൾ ഫേസ് എവിടെയൊക്കെയാണോ ഈ ലേസർ ചെയ്ത് അവിടെ എത്ര പിമ്പിൾസ് വന്നു. അത് കഴിഞ്ഞ് അപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾക്കാരെ പോവുകയും ചെയ്തു. ഞാൻ മെഡിസിൻസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒക്ടോബറിൽ ഞാൻ പോയപ്പം എൻ്റെ ഫേസ് ഫുള്ള് പൊള്ളി. ഈ ഒക്ടോബർ എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ മാസം, ഇപ്പോൾ അടുത്ത മാസം ഇന്ന് നവംബർ 1 ആയതേ ഉള്ളൂ. കഴിഞ്ഞ മാസത്തിൽ ലാസ്റ്റിലാണ് അവർ പോകുന്നത്. ചെയ്ത സമയത്ത് എനിക്ക് അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ എനിക്ക് കണ്ണാടി ഒന്നും തരുന്നില്ല. അപ്പം എങ്ങനെയാണ് ഏതാണെന്ന് എനിക്ക് കണ്ടുകൂടാ. അപ്പം ഇത് ചെയ്യുന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് പവർ ലൈക്ക് ലാസ്റ്റ് ടൈമിലെ പവർ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്, കുറച്ചിട്ടൊന്നും ഇല്ല, അല്ലെ കൂട്ടിയിട്ടൊന്നും ഇല്ല എന്ന് അവർ പറയുന്നത്. അപ്പം നോക്കിയ ശരിയെന്ന് ഞാൻ സമ്മതിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു കുറയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പവർ സെയിം ആണെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പം എൻ്റെ പീരീഡ്സ് മൂഡ് സ്വിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വിട്ടു. അത് കഴിഞ്ഞിട്ടും ലൈക്ക് എനിക്ക് ഫേസ് ഒന്നും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പെയിൻ ടോളറേറ്റ് ചെയ്യാൻ ഒട്ടും പറ്റുന്നുണ്ടായില്ല. എന്നിട്ട് ആ ഫുൾ സെഷൻ ഞാൻ എടുത്ത് വീട്ടിൽ പോയിട്ട് എന്നെ കൊണ്ട് പെയിൻ ഒട്ടും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ എൻ്റെ ഫേസ് ഒക്കെ ഇങ്ങനെ റെഡ് ബ്ലാക്ക് എന്ന രീതിയിൽ കളറൊക്കെ മാറി വരാനൊക്കെ തുടങ്ങി. ഒരു 1-2 മണിക്കൂർ വീട്ടിൽ ചെന്ന് AC ഫാൻ തണുത്ത വെള്ളം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി. ഭയങ്കര ബേണിംഗ് ആയിരുന്നു, ഭയങ്കര പെയിൻ ആയിരുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം പെയിൻ ഒന്ന് താഴ്ന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ വീണ്ടും ഇവരുടെ വഴുതക്കടുള്ള അവരുടെ ഇതിൽ പോയി സെറൻഡർമയിൽ പോയി. എന്നിട്ട് അവിടെ തന്നെ ഡോക്ടർ വേറൊരു മെയിൻ ഡോക്ടറല്ല, അവിടുത്തെ ഒരു ഡോക്ടറെ ഞാൻ കണ്ടു. പുള്ളിക്കാരി ആതിരാന്ന് തോന്നുന്നു, പുള്ളിക്കാരി പേര് കറക്റ്റ് അറിയില്ല. അപ്പോൾ അവരെ കൺസൾട്ട് ചെയ്തു, അവർ മെഡിസിൻസ് തന്നു. അപ്പോൾ തന്നെ മെഡിസിൻ 2 കഴിക്കാൻ ഒരു ടാബ്ലറ്റ് തന്നു. അത് കഴിഞ്ഞിട്ട് ഓയിൻമെന്റും തന്നു, വിട്ടു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ ഫേസ് ലൈക്ക് ഈ എവിടേക്കാണ് എനിക്ക് പോയത് അവിടെ മൊത്തം എനിക്കിങ്ങനെ ബ്ലാക്ക് ലൈൻസ് പോലെയും ഡോട്ട്സ് പോലെയൊക്കെ വന്നു. ലൈക്ക് ഫേസ് ആ ബ്ലാക്ക് ലൈൻസ് ആണ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത്. അത്യാവശ്യം വൃത്തികേടായി, എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. പക്ഷെ എന്നിട്ടും വൃത്തികേടായിട്ടും എനിക്ക് പെയിൻ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും എനിക്ക് ആ ഒരു പെയിൻ എപ്പോഴും ഉണ്ട്, ഒന്ന് വിയർക്കുമ്പോൾ ഒക്കെ എനിക്ക് പെയിൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുന്നു. അതായി അവസ്ഥ. പിന്നെ എന്നിട്ട് ഞാൻ പിന്നെ അമ്മയുടെ നിർബന്ധം കാരണം മെയിൻ ഡോക്ടറിനെ കാണാമെന്ന് വിചാരിച്ചു. വെരി നെക്സ്റ്റ് ഡേ പോയി കണ്ടു. പക്ഷേ അവരൊരു രീതിയിലും എന്താ പറയുക, അവർ ഈ ഒരു അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റാണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ ചിരിച്ചുകൊണ്ട് തന്നെ എല്ലാം കേട്ടോണ്ടിരിക്കുന്നു. ഡോക്ടർ നമ്മളിപ്പോൾ ഒരു ഡോക്ടറാണ്, പിന്നെ ഡോക്ടേഴ്സിനായാലും ഇത് ചെയ്യുന്നവർക്കായാലും ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റും. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ പറ്റിയ രീതി അതായത് ഡോക്ടർക്കായാലും ഒരു മിസ്റ്റേക്ക്. ഇപ്പം ഈ നമ്മുടെ എന്താ സത്യം ചെയ്ത് ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള പേഷ്യൻസിനെ, രോഗികളെ മരണത്തിൽ നിന്നും അല്ലെങ്കിൽ അവർക്ക് രോഗത്തിൽ നിന്നും മുക്തി കൊടുക്കുന്ന ഭൂമിയിലെ ദൈവങ്ങളായിട്ടുള്ള ഡോക്ടർമാർക്ക് ഒരു അബദ്ധം പറ്റുമെന്ന് ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞാൽ അവർ എന്താണ് വൈദ്യശാസ്ത്രത്തിനോട് പുറത്തുന്ന നീതി? നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നിങ്ങൾ ഇതാണോ പഠിപ്പിച്ചിരിക്കുന്നത് വൈദ്യശാസ്ത്രം? അങ്ങനെയാണോ ഒരു എത്രയോ സ്ഥലങ്ങളിലുള്ള പലതരത്തിലുള്ള ഡോക്ടർമാർ വളരെ ദീനമായ കഷ്ടപ്പാടിലൂടെ ഏതെല്ലാം രോഗികളെ ചികിത്സിച്ച കാര്യങ്ങൾ കണ്ടു. ചില ഡോക്ടേഴ്സിൻ്റെ സൈഡിലെങ്കിൽ ഇതുപോലുള്ള ഒരു എത്തിക്സും ഇല്ലാത്ത എങ്ങനെയും പൈസ ഉണ്ടാക്കണമെന്നുള്ള ലാഘവത്തോടെ ചെയ്യുന്ന കുറേ ആൾക്കാർ കാരണം ഒരു കൂട്ടം ആതുര സേവനം ചെയ്യുന്ന നല്ല ഡോക്ടർമാർക്ക് പേരുദോഷം തന്നെ കേട്ടോ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങളൊക്കെ ഈ അരിയാഹാരം ഈ പറഞ്ഞ ആൾക്കാരുടെ മുഖത്ത് പരീക്ഷണം നടത്തി അതിൽ നിന്ന് അബദ്ധം പറ്റിയാലും അതിൽ നിന്ന് വീണ്ടും കൊയ്യാം, ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയും കൂടെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ പരീക്ഷണ വസ്തുക്കളായിട്ട് മാറ്റുക. അടിപൊളി. പറ്റിയ ഒരു സമ്മതിക്കുന്നില്ല, മിസ്റ്റേക്സ് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാൻ നമുക്ക് ആലോചിക്കാം. ഇത് മാത്രമേ അവർ പറയുന്നുള്ളൂ. അതൊരു എന്ത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്റെ ഫേസ് ആണ് പോയത്, എനിക്കാണ് ഇപ്പോഴും പെയിൻ. അപ്പോൾ അതായത് ഒരു രോഗി ഒരു ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം ഡോക്ടറിന്റെ പിഴവ് മൂലം രോഗി മരണപ്പെട്ട് കഴിഞ്ഞാൽ രോഗി അടുത്ത് തന്നെ ഡോക്ടർ ചോദിക്കുന്ന അടുത്തൊരു പരിപാടി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? സെറ്റിൽമെന്റ് ചെയ്യാം, പൈസ തരാം, നിങ്ങൾ ഓക്കെ ആണോ? പോയതൊരു ജീവനാണ്, പക്ഷെ ഞാൻ നിങ്ങളെ പൈസ ഒന്ന് ഞാൻ സെറ്റിൽ ചെയ്യാം എന്നുള്ള രീതി പോലത്തെ പരിപാടി. ബെറ്റർ എത്തിക്സ് ആണ് കേട്ടോ. ഇവരുടെ അടുത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇതില് അവർ ഒരു രീതിയിലും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റാണെന്ന് ഒരു ഡോക്ടർ എന്ന രീതിയിൽ അവരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ അവരൊരു രീതിയിലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ലാസ്റ്റ് എൻ്റെ അമ്മ പറഞ്ഞു ഓക്കെ, കാരണം അവർ ചിരിച്ചോണ്ടായിരിക്കുന്നത്, അവർ ഒരു രീതിയിലും സീരിയസ് ആയിട്ട് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരത്തെ എൻ്റെ അമ്മ അവരുടെ അടുത്ത് ലൈക്ക് ഓക്കെ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം അവര് കളിയാക്കി ചിരിക്കുന്ന പോലെ ചിരിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടത് എന്ന രീതിയിൽ ചോദിച്ചു. ആണോ? പൈസ ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ മുഖം എൻ്റെ പരീക്ഷണ വസ്തുവാണ്. ഞാൻ പരീക്ഷണം നടത്തും, നിങ്ങൾക്ക് ചിലപ്പോൾ പൊള്ളും, നിങ്ങളുടെ ചിലപ്പോൾ മുഖം പോകും, ചിലപ്പോൾ നിങ്ങളെ നശിച്ചു പോകും. ഞാൻ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യും, എനിക്ക് പൈസയുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരെ പറ്റിച്ചും അല്ലെങ്കിൽ അവരെ വെട്ടിച്ചും ഇനി നാളെ അവർക്ക് വന്നാൽ അവർക്കും പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാനുള്ള തരത്തിലുള്ള ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ആരാ? നിങ്ങളൊക്കെ ചോദിക്കാൻ ആരാ? നിങ്ങൾ ആരാ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ഡോക്ടറാണ് കേട്ടോ. അടിപൊളിയാണേ, ഡോക്ടർ പൊളിയാണ്. ഹുങ്ക് അല്ലെങ്കിൽ അവർക്ക് അവരുടെ അടിയിലേക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നുണ്ട്, അതിന്റെയൊക്കെ അഹങ്കാരം ആയിരിക്കാം മേ ബി, എനിക്കറിയത്തില്ല എത്ര വേണം എന്ന രീതിയിലൊക്കെ ചോദിച്ചു. ലാസ്റ്റ് ഇക്കഴിഞ്ഞ ലാസ്റ്റ് സെഷന്റെ 3375 രൂപ അവരെനിക്ക്
റീഫണ്ട് ചെയ്തു. എന്നിട്ട് അവർ പറയുന്ന 2 റീസൺസ്, ഒന്ന് എൻ്റെ ഫേസ് ഡ്രൈ ആയിരുന്നു, പിന്നത്തെ കാര്യം പറയുന്നത് അവിടുത്തെ ഇത് ചെയ്യുന്ന ലേസർ ചെയ്യുന്ന ആ ഒരു മെഷീനിന്റെ പവർ ലൈക്ക് റീസെന്റ് സർവീസ് ചെയ്തു, അപ്പം അതുകൊണ്ട് പവർ കൂടിയതുണ്ടായിരിക്കും. ആലോചിച്ച് നോക്കണേ. അതായത് അവിടുത്തെ മെഷീൻ്റെ പവർ കൂടിയതും കുറഞ്ഞതും അതിന് സർവീസ് ചെയ്തതും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് വരുന്ന രോഗി അത് സഹിക്കണം. ആ രോഗിയുടെ മുഖത്തേക്ക്, അഥവാ ഒരാളുടെ ആലോചിച്ച് നോക്കണം, ഏറ്റവും പ്രൈം പ്രോപ്പർട്ടിയാണ് ഫേസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫേസ്, കണ്ണ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എങ്കിലും നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ്, ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരാൾക്ക് എപ്പോഴും നോക്കുന്നത്, സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് അവരുടെ ഫേസിനാണ്. കാരണം മുഖത്ത് ആണല്ലോ അവരുടെ പല പ്രകടനങ്ങൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മുടെ മുഖം വെച്ചിട്ടാണ്. ആ മുഖത്തിന് എന്തെങ്കിലും പറ്റിയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റേ മെഷീൻ്റെ തകരാറ് കൊണ്ട് സംഭവിച്ചതാണ്. അതോടൊപ്പം തന്നെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെയാണ്. അതുപോലെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക, അവരോട് ക്ഷമ പോലും പറയാതിരിക്കുക എന്നുള്ളൊരു തരത്തിലേക്കൊക്കെ പോകുന്ന എന്ത് എത്തിക്സ്, മെഡിക്കൽ എത്തിക്സാണ് ഇവർക്കൊക്കെ ഉള്ളതെന്നുള്ള കാര്യം ചിന്തിക്കണം. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന് എന്തിന്, ഇതൊക്കെ എവിടെ വരെ പോകുമെന്നാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കോടികൾ ഉണ്ടാക്കുകയും ഇതുപോലെ ഒരുപാട് സംഭവം ചെയ്യുന്ന ആൾക്കാർക്കും വരുന്നതൊരു ലാസ്റ്റ് ഡേയ്സ് എന്നുള്ള സാധനം ഉണ്ടേ. ആ ലാസ്റ്റ് ഡേയ്സിൽ റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം അങ്ങ് വീഴും. എന്നും എങ്ങനെ പച്ചയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് ചിരിച്ചുകൊണ്ട് എന്നിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ദിവസം വീഴുമല്ലോ. ആ വീഴുന്ന ദിവസം ഉണ്ടല്ലോ, ചിലപ്പോൾ ഇതിൻ്റെ പലിശയുടെ പലിശയും കൂട്ടുപലിശയായിട്ടൊക്കെ പലതും നമ്മൾ അനുഭവിച്ചിട്ടൊക്കെ തന്നെ പോകുള്ളൂ. പലരും കണ്ടിട്ടുണ്ട് അനുഭവങ്ങളിൽ. മനസ്സിലാവുന്നുണ്ടോ? പാവങ്ങളായിട്ടുള്ള ആൾക്കാർ അവിടെ പലതരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് അവിടെ വന്നിട്ട് ഇവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഗുരുതരമായ ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷവും അവരുടെ പൈസ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പുച്ഛച്ചിരിയും തനിക്ക് പറ്റിയ അബദ്ധത്തിന് തെറ്റായിട്ട് ക്ഷമ പറയാൻ പോലും തയ്യാറാകാത്ത ഈ മനോഭാവം കൊണ്ടല്ലോ സൈക്കോപാത്തുകൾക്ക് പോലും ഉണ്ടാവുന്ന ഈ ഡൗട്ടാണ് പോയത്. പക്ഷെ എനിക്ക് ഏറ്റവും വിഷമം തോന്നി എന്റെ ഫേസ് പോയതിലല്ല കേട്ടോ. അവരുടെ ഒരു മിസ്റ്റേക്ക് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരു സോറി എന്ന് പറയുന്ന ഒരു സാധനം, ആ ഒരു ഇത് അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതെന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നു. ഈ കുട്ടി പറയുന്ന കാര്യം കേട്ടോ, അവർക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയത് ഇതുവരെ സോറി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു ക്ഷമ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് നോക്ക്, ഇവരെ ഒരു റിവ്യൂ ഇതിനെക്കുറിച്ച് ഇട്ടപ്പോൾ അതിൻ്റെ ഓണർ ഇട്ടേക്കുന്ന, ഹായ് മീനു, യു ഹാവ് ബീൻ എ ഗ്രേറ്റ് പേഷ്യൻ്റ് ഓഫ് അവേഴ്സ്. പിന്നെ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. 2002 മുതൽ ട്രീറ്റ് ചെയ്യൽ, 22 മുതൽ ട്രീറ്റ് ചെയ്യലെന്ന് പറഞ്ഞിട്ട് ഒരു നീണ്ട ലിസ്റ്റിൽ അത് സംഭവം കൊടുത്തേക്കുകയാണ്. അതിൻ്റെ താഴെ സ്റ്റിൽ ഈ പുള്ളിക്കാരത്തി ഇട്ടേക്കുന്നതാണ്, സ്റ്റിൽ ദേ നോട്ട് അപ്പോളൈസ് ഫോർ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ മിസ്റ്റേക്സ്. ദേ ആർ ഇൻസിസ്റ്റിംഗ് ദാറ്റ് മൈ ഫേസ് വാസ് ഡ്രൈ. Even now, my face feels like it's burning whenever I go out. It me who is suffering through all this. അവരിപ്പോഴും ഈ പെയിൻഫുള്ളായിട്ടുള്ള ഈ ഒരു മൊമെൻറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരോടൊന്ന് ആശ്വാസ വാക്കുകളോടൊന്ന് പറയാനോ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് ക്ഷമിക്കണം, എന്തായിരുന്നാലും ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഒന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടൊരു കാര്യമൊന്നും ചെയ്തിട്ടില്ല. ആ കുട്ടി പറയുന്നത് കേട്ടോ, അത് ഞങ്ങൾക്ക് വേറെ ഒന്നുമല്ല ചേട്ടാ. പക്ഷേ അവരുടെ ഭാഗത്ത് മെഡിക്കൽ എത്തിക്സിന് നിരക്കാതെ ഒരു കാര്യം ചെയ്തിട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടായൊരു വീഴ്ച ഉണ്ടായിട്ടും അവരൊന്ന് സോറി പറയാൻ തയ്യാറായിട്ട് ഇവരോട് ക്ഷമ പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഫ്രണ്ടിൽ പോയിട്ട്. എന്ത് വേണം ചെയ്യാം, സെറ്റിൽമെൻറ്റ് റെഡി, പൈസ. ഈ പൈസയൊന്നും ഒന്നും അല്ലാത്തൊരു കാലമൊക്കെ വരുമെന്നേ. ഈ പറയുന്ന ആൾക്കാർക്കും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ പൈസയൊന്നും ഒന്നും അല്ലാത്ത രീതിയിൽ ഇതൊന്നും നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു കാലവും വരും. ഓക്കെ, ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള കവിവാക്യമൊക്കെ എഴുതി വെച്ചേക്കുന്നതൊക്കെ വെറുതെ ഒന്നുമല്ല. നമ്മളെ ലൈഫിനകത്ത് കുറേയൊക്കെ നമ്മളും കണ്ട് മടുത്തൊക്കെ പോകുന്നുണ്ട്. ഈ കുട്ടിയുടെ ഈ ഒരു വിഷയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഔട്ട് സ്റ്റേഷനിലാണ്, ഞാൻ തിരക്കിലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്യും. കാരണം ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വേണം. എത്തിക്സ് ഇല്ലായ്മ കൊണ്ട് നടക്കുന്ന കുറേയധികം പുങ്കവന്മാരും പുങ്കവത്തികളും നാട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സ് എന്നും സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഇവരെയൊക്കെ പോയി സമീപിച്ചിട്ട് ഇവർക്ക് കുറേ പൈസയും കൊണ്ട് കൊടുത്തിട്ട് അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന പണി അതിന് അവർ യാതൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല എന്ന് പറയുന്ന സമയത്ത് ഈ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാര്യം വല്ലാത്ത സംഭവം തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങൾക്കാണ് സംഭവിച്ചത്, ഇത് കാണുന്ന സുഹൃത്തുക്കൾക്കാണ് സംഭവിച്ചത്, ഈ കുട്ടിക്കുണ്ടാകുന്ന മനോവശം. ഓക്കെ, ആ ഒരു സാഹചര്യം നിങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഈ സെറിൻ മറ്റേ ഈ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടല്ലോ, സെറിൻ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ സെറിൻ ഡെർമ ക്ലിനിക്കല്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ലത് വരട്ടെ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമ്പോസ് ചെയ്യപ്പെടുത്ത അടുത്ത വീഡിയോ കാണുക ഗൈസ്. ബൈ.